Okay. Next question. Write a C program that read employee ID, name, status. Status F full time, P part time, and basic pay. DA and HRA for full time employees is 75% and 10% for the basic pay respectively. Okay. Part time employees have basic pay only. Then the total salary of the employee. Okay. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എംപ്ലോയിയുടെ ഒരു ഐ ഡിയും നെയിമും സ്റ്റാറ്റസും റീഡ് ചെയ്യുക, സ്റ്റാറ്റസും ബേസിക് പേയും റീഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് DA 75%, HR 10% എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും അല്ലതാ, നമുക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. ഒരു ആളുടെ നെയിം റീഡ് ചെയ്യണം, എംപ്ലോയിയുടെ നെയിമും എംപ്ലോയിയുടെ ID. അപ്പോൾ ഇത് ക്യാരക്ടർ അറേ ആയിരിക്കും, ഇത് ഇൻറ്റിജർ അറേ ആയിരിക്കും. ദെൻ ബേസിക് പേ റീഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് റീഡ് ചെയ്യണം. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് ഏതർ ഫുൾ ടൈം ഓർ പാർട്ട് ടൈം ആയിരിക്കും എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ എഫും പിയും എൻട്രി ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഒരു ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കും സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് യൂസറിൻ്റെ എന്ത് ചെയ്യേണ്ടത്, റീഡ് ചെയ്യേണ്ടത്. ഇനി ഈ റീഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഫൈനൽ സാലറി ബേസിക് പേ നമുക്ക് എന്ത് ചെയ്യണം, സാലറി കണ്ടുപിടിക്കണം. അപ്പോൾ സാലറി കണ്ടുപിടിക്കണമെങ്കിൽ ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിൽ സാലറി എന്ന് പറയുന്നത് എന്തായിരിക്കും, സാലറി ഈക്വൽ ടു ബേസിക് പേ പ്ലസ് ബേസിക് പേ ഇൻറ്റു 75% 75% ആണെന്ന് തോന്നുന്നു, 100 പ്ലസ് 10 പ്ലസ് എൻ്റെ HRA എന്തോ ആയിരുന്നു ക്വസ്റ്റിനകത്ത് പറഞ്ഞു. അപ്പം ബേസിക് പേ ഇൻറ്റു 10/100. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ബൈ 100 ചെയ്തിട്ട് 0.1 എന്നും 0.75 എന്നും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇഫ് കണ്ടീഷൻ എഴുതിയാൽ മതി. ഇഫ് സ്റ്റാറ്റസ് ഈക്വൽ ടു എഫ് എന്നാണെങ്കിൽ ഫുൾ ടൈം എംപ്ലോയി എന്നാണെങ്കിൽ സാലറി ഇത്. ഓക്കെ, എൽസ് സാലറി എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും, സാലറി ഈക്വൽ ടു എന്ത് മാത്രമേ ഉള്ളൂ, ബേസിക് പേ മാത്രമേ ഉള്ളൂ. ഇത്രയും കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കുക, സാലറി പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഇത്രയുമാണ് ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് നെയിം എന്ന് പറഞ്ഞ സ്ട്രിങ് ആയിരിക്കും. ID ക്യാൻ ബി ഇൻറ്റിജർ ഓർ ക്യാരക്ടർ, വാട്ട് എവർ, നോ ഇഷ്യൂസ്. ബേസിക് പേ ഒരു ഇൻറ്റിജർ കൊടുക്കുക. ഓക്കെ, സ്റ്റാറ്റസ് ക്യാരക്ടർ ആയിരിക്കണം, സിംഗിൾ ക്യാരക്ടർ ആയിരിക്കണം. സാലറി എന്തായിരിക്കണം ശ്രദ്ധിക്കുക, സാലറി ഒരു ഫ്ലോട്ട് വേരിയബിൾ ആയിരിക്കണം. കാരണം എന്താ, ഇത് ഇൻറ്റിജർ ആണ്, ബട്ട് ഇതൊരു ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും, ഇതും ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. സോ സാലറി എന്തായിരിക്കണം, ഫ്ലോട്ടിലായിരിക്കണം സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, മീൻസ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്, ഡെറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ഇൻ സി. ഈ എക്സാമ്പിൾ ഫോർ ഈച്ച് കാറ്റഗറി, രണ്ടിൻ്റെയും എക്സാമ്പിൾ എഴുതാം. പ്രിമിറ്റീവിൻ്റെ എക്സാമ്പിൾ ഇൻറ്റ്, ഫ്ലോട്ട്, യാർ, ഡബിൾ, വോയിഡ്. ഡെറൈവ്ഡ് എക്സാമ്പിൾ അറേ, സ്ട്രിങ്സ്, ദെൻ പോയിന്റേഴ്സ്, ഇതെല്ലാം ഡെറൈവ്ഡ് എക്സാമ്പിൾ ആണ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ചൂസ് ദി കറക്റ്റ് ഡാറ്റ ടൈപ്പ് ഫോർ വേരിയബിൾ ഇൻ പ്രോഗ്രാം. നമുക്ക് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ വേരിയബിളിലേക്ക് വരുന്ന വാല്യൂ ഏതാണെന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് വയ്ക്കേണ്ടത്. വേരിയബിളിലേക്ക് ഒരു നമ്പർ വരുന്ന സമയത്ത് നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ വരുന്ന ഡാറ്റ എന്താണോ അതിന് ടൈപ്പിന് സ്യൂട്ടബിൾ ആവുന്ന ഡാറ്റ ടൈപ്പിന് എന്ത് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ.